ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇഫ്താറിൻ്റെ ടൈമിലും അതല്ലാതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്ത് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ്സുകൾ ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ നടുകെ കീറി ഇതിനുള്ളിൽ കുരു എടുത്ത് മാറ്റണം. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബദാം വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ കാഷ്നട്ട് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതല്ല മറ്റേതെങ്കിലും നട്ട്സാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇത് പഴയതുപോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമുക്കെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ഡേറ്റ്സിൻ്റെ ഉള്ളിലെയും കുരു കളഞ്ഞ് അതിന് പകരം ബദാം നമുക്കതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടും പൊടിച്ചെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഒരു പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രഷായിട്ടുള്ള തന്നെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കണം. ഷുഗറിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഡേറ്റ്സൊക്കെ ഉള്ളത് കാരണം കുറച്ച് മധുരം കുറച്ച് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ കൂട്ടി പൊടിച്ചെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളുടെ ബ്രെഡിന് ഒരു ചെറിയ നനവ് വന്നിട്ടുണ്ടാവും. തേങ്ങയുടെ നനവും അതുപോലെ തന്നെ തേങ്ങയും ഷുഗറും കൂടെ മിക്സ് ആകുമ്പോൾ ആ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് അതിൻ്റെ ഒരു നനവ് കൂടെ ഈ ഒരു ബ്രെഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കേണ്ടത്. ഈ എഗ്ഗും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മുട്ട എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു മാവ് പോലെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ബോളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ചെറിയ ബോളുകളായിട്ട് എടുക്കാം. ഇത് നമുക്ക് കയ്യിലെടുത്ത് ഉന്നക്കായൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി ഇതിൻ്റെ നടുക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡേറ്റ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ ഒട്ടുന്ന പ്രശ്നമൊന്നും വരില്ല. ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവി കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ്സിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അപ്പോൾ എൻ്റേത് അത്യാവശ്യം വലിയ ഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ വലിയ റോളുകളാണുള്ളത്. ചെറിയ ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് എടുക്കാം. ഞാനുണ്ടാക്കിയ ഈ ഒരു റോളിൻ്റെ സൈസ് അനുസരിച്ച് 9 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്പേഴ്സ് കിട്ടും. അത്യാവശ്യം വലിയ ഡേറ്റ്സ് ആയിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ റോളുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കളറായി വരുന്നത് വരെ വറുത്തെടുക്കണം. ഇതിൽ എഗ്ഗ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും, പക്ഷേ കുക്കായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതാ നമ്മളുടെ ഡേറ്റ്സ് ബ്രെഡ് റോള് ഫ്രൈ ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.